നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണോ? കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ്? നിങ്ങളുടെ ടൈമിംഗ് എങ്ങനെയാണ്? നിങ്ങൾ സൂമിലാണോ കൗൺസിലിംഗ് ചെയ്യുന്നത്, അതോ വാട്സാപ്പിലാണോ കൗൺസിലിംഗ് ചെയ്യുന്നത്? ആഴ്ചയിൽ എത്ര ദിവസം കൗൺസിലിംഗ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യം വളരെ പെട്ടെന്ന് അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഞാൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ പല അനുഭവങ്ങളും, അല്ല ഞാൻ കണ്ട വ്യക്തികളുടെ പല അനുഭവങ്ങളും ചില കഥകളൊക്കെ പറയുന്നൊരു വ്യക്തിയെന്നേ ഉള്ളൂ. ഇത് പറ്റിപ്പോയൊരു പ്രശ്നം പറഞ്ഞാൽ, ഈ മനുഷ്യന് എൻ്റെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അയാൾ കരുതി ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നോ ഇതൊന്നും അയാൾക്കറിയില്ല. പക്ഷേ അയാളുടെയൊക്കെ ഒരു വിശ്വാസം ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരാളല്ല, പല വ്യക്തികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്നത്തെ കാലത്ത് മനുഷ്യനെ പറ്റിക്കാൻ എളുപ്പമാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഫിഗറായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ 10 പേര് തിരിച്ചറിയുന്ന വ്യക്തിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, കൂട്ടത്തിൽ ഞാൻ ഇന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, എൻ്റെ വീഡിയോയുടെ